Alhamdulillahi Rabbil Alameen. Alhamdulillah alladhi ja'ala al-Islam deena wal Qur'ana huda was sunnata tariqa. وأشهد أن لا إله إلا الله وحده لا شريك له جعل الحياة الطيبة والجزاء الحسنة لمن وحده واتقاه. وأشهد أن سيدنا ونبينا ومولانا محمدا عبد الله ورسوله الذي أرسل بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آله وأصحابه الطيبين وأزواجه الطاهرات وأمهات المؤمنين ومن تبعهم إلى يوم الدين وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلب إمام الناس غزالي. يا ربي أعطنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا حسنى لنا مددا. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് പ്രിയത്താൽ ധന്യവാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അവൻ്റെ അനുഗ്രഹീതരായ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ദാസന്മാരും ദാസിമാരും ഒരുമിച്ച് കൂടുന്ന സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പറയപ്പെടുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, സഹോദരിമാർ, വിശേഷിയായി പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു തആല അവരുടെ മണ്ണറകളെ മണിയറകളാക്കി ഉയർത്തുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ ചൈതന്യം
നമ്മുടെ വിഷയം എന്നതാണ്. നാളെ നമുക്ക് പശ്ചാത്താപമാണ് നമ്മുടെ വിഷയം. പരിശുദ്ധമായ റജബ് മാസം നമ്മളിൽ സമാഗതമായി വിടചൊല്ലിപ്പോയി. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് പുണ്യമായ ഷഅബാനിന്റെ മാസത്തിലാണ്. ഇനി വരാനുള്ളത് എല്ലാത്തിനേക്കാളും പവിത്രമേറിയ റമളാനിന്റെ മാസമാണ്. ഇത് ഈ 3 മാസവും പുണ്യമായ മാസങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ട മാസങ്ങളിൽ മർമ്മപ്രധാനമായ മാസമാണ് റജബിന്റെ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൽ ലിതത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബിന്റെ മാസം. ആ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. എത്ര പേരുടെ ശരീരമാണ് ശുദ്ധീകരിച്ചതെന്ന് അള്ളാഹുവിനറിയാം. എങ്ങനെയാണ് ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത്? ബിൽ ഇബാദത്തി, ആരാധനകൾ കൊണ്ട് ശുദ്ധീകരിക്കേണ്ടതാണ്. പരിശുദ്ധമായ റജബിന്റെ മാസം സമാഗതമാകുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. 2 മാസം മുമ്പ് മുതലുള്ള ഒരുക്കമാണ് പരിശുദ്ധമായ റമളാനിനു വേണ്ടി. അതാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ റജബ് മാസം എത്തുമ്പോൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ. അല്ലാഹുവേ, മഗ്ഫിറത്തിന്റെ മാസമായ മർഹമത്തിന്റെ മാസമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണമേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ആ റജബിന്റെ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഈ മാസം ഏതാണ്? ആ റജബിനേക്കാൾ ശ്രേഷ്ഠമേറിയ ശഅബാനിന്റെ മാസമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മാസമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയി, ശഅബാനു ശഹരി വറമളാനു ശഹ്റു ഉമ്മത്തി. എന്റെ മാസമാണ് ശഅബാനിന്റെ മാസം, എന്റെ മാസമാണ് ശഅബാനിന്റെ മാസം. റമളാനിന്റെ മാസം ലോക ഉമ്മത്തിന്റെ മാസമാണ്. അവരുടെ ആശാ കേന്ദ്രമാണത്. പാപമോചനത്തിന്റെ മാസമാണ് വരാനിരിക്കുന്ന റമളാൻ. മഗ്ഫിറത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. കാരുണ്യത്തിന്റെ മാസമാണ് റമളാൻ. പിശാചിനെ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. ആ റമളാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുകയും ഇബാദത്തിൽ വ്യാപൃതനാവുകയും ചെയ്തിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചുപോയി. ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചുപോയി, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ ഞാൻ കാണുകയാണ് എല്ലാ മാസത്തേക്കാൾ ഈ ശഅബാനിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നല്ലോ നബിയെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ അതിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു പോയി, അതെ, എല്ലാ അനുയായികളും എല്ലാ സഹോദരങ്ങളും അശ്രദ്ധയിൽ കഴിയുന്ന മാസമാണ് ശഅബാനിന്റെ മാസം. ഈ മാസത്തിൽ അശ്രദ്ധയിൽ കഴിയുന്നു. യഗ്ഫിലുന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമായ ഈ ശഅബാനിന്റെ മാസത്തെ അവർ വിസ്മരിച്ചു പോകുന്നു. എത്രയോ അനുഗ്രഹീതമായ മാസങ്ങളാണ്. ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ. ധാരാളം നന്മകൾ വ്യാപിക്കുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. ഈ മാസത്തെ മറന്നു പോകുന്നു എന്റെ അനുയായികൾ. മാത്രമല്ല, യുർഫഉൽ അഅമാലു ലിറബ്ബിൽ ആലമീൻ. ആകാശ ലോകത്തേക്ക് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് മനുഷ്യ മക്കളെ നിങ്ങളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. അതുകൊണ്ട് ഫഉഹിബ്ബു, ഞാൻ ആഗ്രഹിക്കുന്നു, അയ്യുർഫഅ അമലി വഅന സായിം. ഈ ശഅബാനിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുകയും കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു സഹാബത്തെ എന്ന് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ പുണ്യമേറിയ മാസമാണ് ശഅബാൻ. ശഅബാനുൽ തത്ഹീനിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ് ശഅബാൻ. എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധികലശം നടത്തേണ്ടത്? ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബത്തി, പാപമോചനങ്ങളിലൂടെ.
പാപമോചനത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ കരഞ്ഞ് കരഞ്ഞ് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീറിയ ഹൃദയവുമായി, പൊട്ടിപ്പോയ ഹൃദയവുമായി പടച്ചവനോട് മഗ്ഫിറത്തിന് വേണ്ടി യാചിക്കേണ്ട മാസമാണ് ഈ ശഅബാനിന്റെ മാസം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താണ് ആ പശ്ചാത്താപം, എന്താണ് ആ ഇസ്തിഗ്ഫാർ, എന്താണ് പാപമോചനം, ഈ വിനീതൻ ഇൻഷാ അല്ലാഹ് നാളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഈ മാസത്തെ നിങ്ങൾ അനുഗ്രഹീതമാക്കുക. ഈ മാസത്തെ നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത്, ഈ മാസത്തെ നിങ്ങൾ ആദരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധി വരുത്തിക്കൊണ്ടാണ്. ആത്മാവിനെ ശുദ്ധി കലശം ചെയ്യേണ്ട മാസമാണ് റമളാൻ. ആ റമളാനിനെ ശുദ്ധീകരിക്കേണ്ടത് ബിസ്സിയാം, നോമ്പ് പിടിച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിൽ പരിപൂർണമായി സജീവമായി പള്ളിയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിനെ നീ ഇഷ്ടപ്പെടുകയും അനുഷ്ഠാന കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തുകൊണ്ട് നിന്റെ ആത്മാവിനെ നീ ശാന്തിയുള്ളതാക്കി മാറ്റുക. അങ്ങനെ ശാന്തിയുള്ള ആത്മാവിനാണ് പടച്ച തമ്പുരാന്റെ മുന്നിൽ സ്ഥാനമുള്ളത്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, നീ ദുഃഖിക്കേണ്ട, നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പരിപൂർണമായ തൃപ്തിയോടെ, സന്തോഷത്തോടെ നിന്റെ റബ്ബിന്റെ ദർബാറിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക, മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഒരു പ്രയാസമില്ലാത്ത എന്റെ ഭവനത്തിൽ, ദുഃഖമില്ലാത്ത എന്റെ ഭവനത്തിൽ, അവിടെ ഒരു കലഹമില്ല, അവിടെ ഒരു മരണമില്ല, അവിടെ കൊടും ചൂടില്ല, അവിടെ കൊടുങ്കാറ്റില്ല, അവിടെ ആരെയും പേടിക്കേണ്ട, അവിടെ നീ അല്ലാഹുവിനെ അനുസരിക്കേണ്ട, നിന്നെ ആരെയും ദ്രോഹിക്കുകയുമില്ല, നീ ആരെയും ദ്രോഹിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു ഭവനമായ സ്വർഗീയ ആരാമത്തിലേക്ക് ശാന്തിയടഞ്ഞ ആത്മാവേ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല ഏതൊരാത്മാവിനെ നോക്കിക്കൊണ്ട് പറയുന്നുവോ ആ ആത്മാവ് ആ നിലയിൽ സംസ്കരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നോൽക്കുക വേണം. അതിലൂടെ മാത്രമേ ആ റൂഹിനെ സംസ്കരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആ മാസമാണ് വരുന്ന റമളാനിന്റെ മാസം. അല്ലാഹു നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പരിശുദ്ധമായ റമളാനിനെ കുറിച്ചാണ് നമുക്കിന്നിവിടെ ചർച്ച. എന്തിനാണ് നോമ്പ്, എന്തിനാണ് റമളാൻ? റമളാൻ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും റമളാനിന്റെ സമയമാകുമ്പോ ഒരു തിരക്കാണ് പള്ളിയിൽ. ഏത് നമസ്കാരമില്ലാത്ത ഒരു റമളാനിന്റെ സമയമാകുമ്പോ ഭയങ്കരമായ തയ്യാറെടുപ്പോടുകൂടി പള്ളിയിൽ കാണും. 27-ാം രാവ് വരെ, 27 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെരുന്നാളായി. പിന്നെ ആലിമീങ്ങളൊന്നും ശവ്വാലിന്റെ മാസപ്പിറവി തീരുമാനിക്കണ്ട, ഇറച്ചിക്കച്ചവടക്കാരെ തീരുമാനിച്ച് വെട്ടാൻ തുടങ്ങും. അത് അവിടെ കണ്ടു പിറ, ഇവിടെ കണ്ടു പിറ, പരിപാടി അങ്ങ് കബൂലാക്കാൻ തുടങ്ങും. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, എന്താണ് റമളാൻ? കഞ്ഞി കുടിക്കലോ, അല്ലെങ്കിൽ പയറ് കൊടുക്കലോ, കുറെ ഈത്തപ്പഴം തിന്നലോ, കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആഹാരം കൊടുക്കലോ, ഇതൊക്കെയാണോ റമളാൻ? എന്താണ് റമളാൻ? എന്തിനാണ് റമളാനിന് റമളാൻ എന്ന് പേര് വയ്ക്കപ്പെട്ടത്? റമളാൻ എന്ന് പേര് വരാൻ കാരണം പലതും ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു. അതെല്ലാം വിശാലമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ നമ്മുടെ വിഷയം പൂർത്തീകരിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ വിഷയം പശ്ചാത്താപം. അതുകൊണ്ട് റമളാനിന് റമളാൻ എന്ന് പേര് വെക്കാൻ കാരണം പാവങ്ങൾ കൊഴിച്ചു കളയുന്ന മാസമാണ് റമളാൻ, കരിച്ചു കളയുന്ന മാസമാണ് റമളാൻ. പാവങ്ങളെ കരിച്ചു കളയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പാവങ്ങളെല്ലാം കരിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? കരിക്കുക. കൂടുതലും റമളാൻ മാസം വരുന്നത് ഭയങ്കരമായ ചൂടിന്റെ സമയത്താണ്.
അതുകൊണ്ടാണ് അതിന് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. അതേപോലെ ചില സന്ദർഭങ്ങളിൽ വേനൽക്കാലത്ത് വേനലിന് ശേഷം ഭയങ്കരമായ മഴ പെയ്യും. ആ മഴയ്ക്ക് പറയപ്പെടുന്ന പേര് റംലാ എന്നാണ്. അതുകൊണ്ട് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടു എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. ആകെ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ പാവങ്ങൾ കഴുകിക്കളയുകയും ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യുകയും ചെയ്യുന്ന മാസം, അതാണ് പരിശുദ്ധമായ റമദാനിന്റെ മാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസിലൂടെയും ഖുർആനിലൂടെയും അല്ലാഹു നമ്മളെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസ് അല്ലാഹു പറയുന്നതായിട്ട്, അസ്സൗമു ലീ വഅനാ ജിസീ ബിഹി, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അല്ലാഹു പറയുന്നു നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ചിന്തിച്ചു പോകും, അപ്പൊ ബാക്കിയുള്ള അമലുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്ന് അല്ലാഹു പറയുമ്പോൾ ഈ നമസ്കാരമോ, ഈ സക്കാത്തോ, ഈ ഹജ്ജോ, ഈ സദഖയോ, ഈ ഖുർആൻ പാരായണങ്ങളോ, ഈ നസീഹത്തോ, ഈ ഒരുമിച്ച് കൂടലോ, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് ഉസല്ലി ലില്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന നിയ്യത്ത് എന്താണ്? ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. പിന്നെന്തിനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് അസ്സൗമു ലീ വഅനാ അജ്സി ബിഹി, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ്. നോമ്പ് എന്റെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, മസാജിദുകൾ മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ബൈത്ത് എന്ന് പറയുമ്പോൾ വീട് എന്നായി പോകും, പക്ഷേ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വീടെന്നാകും. നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ്. ഇവിടെ മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. അല്ലാഹുവിന്റെ മസ്ജിദ് എന്നോ അല്ലാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത്, മസ്ജിദ് പള്ളി. പക്ഷേ പരിശുദ്ധമായ കഅബ ശരീഫിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? കഅബത്തുള്ള, ബൈത്തുള്ള, അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം, അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം എന്ന് ബൈത്തുള്ള, കഅബത്തുള്ള എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ പോലും ആ ബൈത്തുള്ളയെ ബൈത്തുള്ള എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തശ്രീഫിയായ ഇലാഫത്താണിത്. ശ്രേഷ്ഠത അല്ലാഹു കൊടുത്തിരിക്കുന്നു ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബയെ അല്ലാഹു ഇലാ നഫ്സിഹി, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ബൈത്തുല്ലാ എന്ന്. അപ്പൊ ബാക്കിയുള്ള വീടൊന്നും അല്ലാഹുവിന്റേതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് പള്ളി അല്ലാഹുവിന്റേതല്ലേ? ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അല്ലാഹുവിന്റേതല്ലേ? പള്ളികളൊന്നും അല്ലാഹുവിന്റേതല്ലേ? അല്ലാഹുവിന്റേത് തന്നെ. പക്ഷെ കഅബത്തുള്ളാഹിക്ക് ഒരു പ്രത്യേകമായ പോരിശയുണ്ട്. പ്ലാമോട്ടിലെ പള്ളിയിൽ ഒരു വഖത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ 27 ദറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 27 ലക്ഷം പ്രതിഫലമാണ്. കൂലിയുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോൾ 27 ദറജ, വെറും കേവലം 27 ദറജ. പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി നമസ്കരിച്ചാൽ 27 ലക്ഷം ദറജ. നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നു കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1 ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി 1 റക്അത്ത് നമസ്കരിച്ചാൽ 1 ലക്ഷം കൂലിയാണ് അവന് നൽകപ്പെടുന്നത്.
പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ച ഖത്മ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്താൽ 1,00,000 ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ സവാബാണ്. ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് 1 രൂപ കൊടുത്ത് സഹായിച്ചാൽ 1 രൂപയുടെ ദർജയാണ്, കൂലിയാണ് അവന് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് 1 റിയാൽ നൽകി നീ സഹായിച്ചാൽ 1,00,000 റിയാലിന്റെ കൂലിയാണ് അല്ലാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ, നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1,00,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ സവാബ് അല്ലാഹു എഴുതും. അപ്പൊ അല്ലാഹ്ക്ക് കൂടുതൽ ഇഷ്ടം ആ കഅബയോടാണ്, ബൈത്തുല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു തആല ആ കഅബയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, ആ കഅബയെ കൂടുതൽ പോരിശ നൽകിക്കൊണ്ട്, കൂടുതൽ തശ്രീഫ് നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് തശ്രീഫ് ഇലാഫത്തു തശ്രീഫി, തശ്രീഫിന്റെ ഇലാഫ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അതാണ് അല്ലാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അനാ ജിസീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളാന്റേതല്ല എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ്. പരിശുദ്ധ റമളാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയ ഒരായത്ത്, ആ ആയത്താണ് നമുക്കിന്ന് ഇവിടെ ചർച്ചാ വിഷയം. യാ അയ്യുഹല്ലദീന كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഏ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്. എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ഈത്തപ്പഴം തിന്നാനോ, കഞ്ഞി കുടിക്കാനോ, പയറ് തിന്നാനോ, പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ, ബഹളം ഉണ്ടാക്കാനോ? എന്തിനാണ് നോമ്പ്? റമളാനിന്റെ നോമ്പ് എന്തിന്? മറുപടി നിങ്ങൾ പറയും. അല്ലാഹു ചോദിക്കുന്നു ഇവിടെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അതിന് അല്ലാഹു തന്നെ മറുപടി നൽകുന്നു. ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ. എങ്കിലും നിങ്ങൾ പറയണം, ആലിമ്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, റമളാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, റമളാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ആ റമളാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എന്തിനാണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു തന്നെ പറയുന്നു മറുപടി.
ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി. എന്തിനാണ് നോമ്പ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടി, ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ പേടിക്കുന്നവരാകുന്നതിന് വേണ്ടി, പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിന് വേണ്ടി, മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി, മതനിഷ്ഠയുള്ളവരാകുന്നതിന് വേണ്ടി, യഥാർത്ഥ മുസ്ലിം ആകുന്നതിന് വേണ്ടി, പരിപൂർണമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് വേണ്ടി, സകലമായ വസ്തുക്കളുടെ മുന്നിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിന് വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ, അള്ളാഹു തന്നെ മറുപടി പറയുന്നു. ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം, എവിടെയാണ് അള്ളാഹു പറഞ്ഞത്? ഇല്ല ഇല്ല, അള്ളാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറും. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമളാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം. ഇവിടെ ഖുർആൻ ഓത് അല്ലെങ്കിൽ ഖുർആൻ ഓത്, അല്ലെങ്കിൽ നിങ്ങൾ നമസ്കരിക്ക്, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ നമസ്കരിക്കിൻ. അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കിൻ, നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുക്കുക എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ, സഹോദര സഹോദരി, നീ ഓർത്തോ, നിന്റെ നമസ്കാരം ഖബൂലിയത്തിലെത്തിയിട്ടില്ല. ഒരാള് നിസ്കരിക്കുന്നു, മണിച്ചം വാട്ടർ അടിക്കുന്നു, ഒരാള് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു, ഒരാള് നിസ്കരിക്കുന്നു, കള്ളം പറയുന്നു, ഒരാൾ നമസ്കരിക്കുന്നു, തെള്ളുന്നു. ഇന്ന് ജുമാടെ ദിവസം, പരിശുദ്ധമായ ജുമാടെ ദിവസം കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ പടം കാണുന്നതിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ ജുമാടെ നമസ്കാരം പോലും മാറ്റിവെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം ടൗണിൽ. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ? അവൻ എന്തിനു നിസ്കരിക്കണം? അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിൽ എന്താ വ്യത്യാസം? മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു, അത്രേ ഉള്ളു വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. വേറെ എന്താ വ്യത്യാസം? ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല, ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല. ശരിയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ബാലപാഠം പഠിക്കാൻ, അലിഫ് ബാ താ പഠിക്കാൻ മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധ്യൻ അല്ലാഹുവാണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അല്ലാഹു തആല അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ ഇന്ന് സിനിമ നടീനടന്മാരാണ്. ആരാധ്യൻ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലെക്സ് അടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ആരാധ്യൻ ആരാണ്? മമ്മൂട്ടി. ആരാധ്യൻ ആരാണ്? മോഹൻലാൽ. അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി, കുഴപ്പമില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ, അവനാണ് ആരാധന എന്ന് വിശ്വസിച്ചവർ, ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലുത്. വഈദുൽ മുഅ്മിനീൻ, ജുമാ നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ്. ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹ്മത്തുകളും ചൊരിഞ്ഞു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് ഇബാദത്താണ് എന്ന് കരുതിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ്
നിങ്ങൾക്ക് നമസ്കാരം നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം. മനസ്സിലാക്കണം, തഖ്വ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം. തഖ്വ ഇല്ലാത്തവൻ നമസ്കരിക്കൂല. തഖ്വ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ? തഖ്വ ഉള്ള പെണ്ണോ ആണോ മഗ്രിബിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ പരിശുദ്ധമായ സമയം, പുണ്യമേറിയ സമയം, വളരെ കുറഞ്ഞ സമയം, ആ സമയം കളഞ്ഞിട്ട് സിനിമ, TV, സീരിയൽ ഓണാക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ? ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്നു, പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലാക്കിക്കോ മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. മോളെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം. നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമാന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. നമസ്കാരക്കാർ, തഖ്വ ഉള്ളവൻ നമസ്കരിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താ പേടി? 4 മണി വിട്ടിട്ട് അസ്ർ നിസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും? ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നതാ. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ 10 മിനിറ്റ് സമയം നമസ്കാരം. ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാര്, കാക്കാമാര് എല്ലാവരും വരും പള്ളിയിൽ. ജുമാ നിസ്കാരം നല്ല സമയം, നല്ല ഫാൻ, വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ ഖുതുബായും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഉസ്താദ് പറയുന്നത് എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റാണ്. എന്ത് കാര്യ ഉസ്താദ് പറയുന്നത്? ശരിയാ ഉസ്താദ്, ശരിയാ ഉസ്താദ്, എല്ലാം പറഞ്ഞു. അവസാനം എഴുന്നേക്കുന്നപ്പോ ചാടി പിടിച്ചോ എഴുന്നല്ലോ. അപ്പോഴാണ് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം. ജുമായി സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ. കാരണം കടയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. കസ്റ്റമർ വരുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, ചൂട്, കാലില്ല, ബുദ്ധിമുട്ടാണ്. ആരുടെ ശല്യമില്ല. പള്ളിയിലാകുമ്പോൾ ആരും സംസാരിക്കാൻ വരൂലല്ലോ. സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് 1/2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം. നോക്കിക്കോളൂ നിങ്ങൾ. ജുമായ്ക്ക്, അടുത്ത ജുമായ്ക്ക് വരുമ്പോൾ നോക്കിക്കോളൂ എത്ര പേരാ ദിക്റിൽ, മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ? علي رضي الله تعالى عنه إذا أراد القيام في الصلاة നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ മതി. യതസൽസലു വയതലവ്വനു വജ്ഹുഹു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറിപ്പോകും, മുഖം വിവർണമായി പോകും. വഖീല ലഹു, ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാലക യാ അമീറൽ മുഅ്മിനീൻ, യേ അമീറുൽ മുഅ്മിനീനെ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു പോയി? അങ്ങ് ധീരനാണല്ലോ, എത്രയോ പേരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ, അങ്ങ് ശക്തിയുള്ളവനാണല്ലോ, അങ്ങ് ധൈര്യവും ചങ്കൂറ്റവും ഉള്ളവനാണല്ലോ. എന്തേ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ, അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത് എന്തേ? അതിന്റെ കാരണം? ഉടനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജാഅ വഖ്തു അമാന, അമാനത്തിന്റെ സമയമെത്തി. നമസ്കാരം എന്നുള്ളത് ഒരു അമാനത്താണ്. അത് അല്ലാഹു വിശ്വസിച്ച് നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു സമ്പത്താണ്. അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം. ഒരാൾ 1000 രൂപ നൽകിയാൽ 950 രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. നമസ്കാരത്തെ അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു മുതലാണെങ്കിൽ അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം. പക്ഷെ എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു സഹാബത്തെ. നമ്മുടെ അങ്ങനെയാണോ? ആലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ. അതേപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, ആരാ ഉമറുൽ ഫാറൂഖ്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദ ബിൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തർതഇദു ഫറായിസുഹു വതസ്തഖു അസ്നാനുഹു, അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു?
പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശി കോട്ടകൊത്തളങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും വകവരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം നൽകണം നബിയേ, പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ അനുവാദം നൽകണം നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ, അല്ലയോ ഉമറേ, നീ ധൃതി കാണിക്കരുത് ഉമറേ, ധൃതി കാണിക്കരുത് ഉമറേ, നമ്മൾ ഇന്നാ ഖലീൽ, നമ്മൾ വളരെ കുറഞ്ഞവരാണ്, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, അതുകൊണ്ട് ധൃതി കാണിക്കരുത്, നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ, പരസ്യമാകട്ടെ, ആൾബലം അംഗബലം കൂടട്ടെ, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോയി കഅബ തവാഫ് ചെയ്യാം. ഇപ്പോൾ കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കഅബ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മളെ അവർ പീഡിപ്പിച്ചാലോ, അതുകൊണ്ട് ഉമറേ അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ യാ റസൂലല്ലാഹ്, ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാൻ എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാ മതി. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, ഓരോരുത്തരിഞ്ഞ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി. ഉമർ അൽ ഫാറൂഖിനെ അടിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് പിടിച്ച് ഓരോന്നിനെ രണ്ട് കുൻഫുയുടെ രണ്ട് അടി പിടിച്ച് ഓരോരോ അടി. അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിമായിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഖുറൈശി കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ മക്കക്കാരിൽ ആർക്കെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ, ചങ്കൂറ്റമുള്ളവർ കടന്നു വാ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ വാക്കുകേട്ട് ആരുടെ അടുത്ത് വരുമോ? എല്ലാണോ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, നബിയെ വാ, എല്ലാവരും ഒതുക്കി, ഞാൻ ഒതുക്കി, എല്ലാവരെയും ഒതുക്കി, വാ, സമാധാനമായിട്ട് നമുക്ക് പോയി തവാഫ് ചെയ്യാം. ആദ്യമായി ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു. ഉമർ അൽ ഫാറൂഖിന്റെ വീര്യം, ധൈര്യം അത്രത്തോളമാണ്. ഈ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. തണുപ്പില് പല്ല് കൂട്ടിയിടിക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. വിറയല്, ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, സ്പന്ദനം കൂടും. എന്താണ്? എന്തേ അമീറുൽ മുഅ്മിനീനെ, അങ്ങ് വീരനാണല്ലോ, അങ്ങ് ധീരനാണല്ലോ, അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ, പരസ്യമായി കഅബയുടെ പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത്? അമാനത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ്. ലാ അദിരി കൈഫ ഉഅദ്ദിഹാ, അതെങ്ങനെ മടക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അല്ലാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി എറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത്, എന്റെ വിഷയം അതല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, തഖ്വ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണോ? ഉസ്താദ് ഏത് സൂറത്താ ഓതിയെന്ന് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാ ഏത് സൂറത്താന്നോ എന്തോ ഉസ്താദ് ഓതി, ഏതോ ഒന്ന് ഓതി. നിസ്കാരം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഏത് സൂറത്താ ഉസ്താദ് ഓതിയത്? നമ്മുടെ നിസ്കാരം അതാ. 3 റക്അത്ത് ഉസ്താദ് നിസ്കരിച്ച് സലാം വീട്ടി, എല്ലാരും മറന്നു പോകും, ആരും ഓർത്ത് കാണൂല. നമ്മുടെ ഫിക്ർ എവിടെ? നമ്മുടെ ഫിക്ർ എവിടെ? ചിന്ത എവിടെ? ഇതാണ് നമ്മുടെ നമസ്കാരം. തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? തഖ്വ ഇല്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു.
ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു, വഖഅത്തിൽ ആകിലതു ഫീ യദി അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നു ദർർ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ കയ്യിൽ അർബുദം ബാധിച്ചു പോയി. ഫഖാല ലഹുൽ അത്തിബാ, ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ബുദ്ദ അൻ നഖ്തഅ യദക, അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്തഉഹാ, നിങ്ങൾ മുറിച്ചു കളഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, അന്ന് അനസ്തേഷ്യ ഒന്നുമില്ല. ലാ ബുദ്ദ അൻ നശുദ്ദക ബിർരിഹാൽ, അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, അതിന് ഞാൻ അനുവദിക്കുകയില്ല. വലാകിൻ ഇദാ ശറഅതു ഫിസ്സലാത്തി ഫഖ്തഉഹാ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ. എങ്ങനെ? നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ, അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്നും കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഇദാ ദഖല ഫിസ്സലാ, അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുതിഅത് യദുഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. വലം യശൂർ, അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് നമസ്കാരം, അതാണ് നമസ്കാരം. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് നമസ്കാരം, അതാണ് ഖുശൂ, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, സത്യവിശ്വാസികൾ വിജയിച്ചു, നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു. ഏത് നമസ്കാരക്കാരാണവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ. ഖുശൂഅോടെ ഖുളൂഅോടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമസ്കാരം. അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വരീൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാമെന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ തഖ്വ ഉള്ളവരായേക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നടക്കത്തില്ല. നടക്കോ? ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഒന്നും എടുത്തിട്ട് നിസ്കരിക്കുന്നത്. കള്ളം പറഞ്ഞവന് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു, ഇവരെല്ലാം നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാക്കെന്ന് അള്ളാഹ് അവിടെ പറഞ്ഞില്ല. അള്ളാഹ് പിന്നെ അടുത്തത് പറഞ്ഞെന്താ? നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം, നിങ്ങൾ ഹജ്ജിന് പോകുവിൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം. ഒന്നും അള്ളാഹ് പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മതഭക്തരാകണമോ, തഖ്വയുള്ളവരാകണമോ, മുത്തഖീങ്ങളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ. നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും. നോമ്പ് പിടിക്കുക. എന്താ കാരണം? എന്താ കാരണം? എന്താണ് റമളാൻ ഇത്ര തിരക്ക് പള്ളിയിൽ? കഞ്ഞി കുടിക്കാനാണോ? ഒന്നുമല്ല. കഞ്ഞി ഇല്ലാതെ റമളാൻ നോമ്പ് പിടിച്ചു നോക്ക്, ആളുകൾ വലിയെന്നറിയാം. ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവെക്കും. ഷഅബാൻ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്. നാളെ നോമ്പ് തുടങ്ങുവാണ്, പള്ളിയിൽ പോകണം, എല്ലാം കഴുകി റെഡിയാക്കി വെക്കും, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും. എല്ലാവരും റമളാൻ ഒരു പ്രത്യേക മഹത്വം, ബഹുമാനം. കച്ചവടക്കാരെല്ലാം പള്ളിയിൽ, അധ്യാപകരൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികളൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികൾ പള്ളിയിൽ, പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ. അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ലോഹ്റസ്കരിക്കാൻ വന്ന ക്ലാസ് 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 ക്ലാസ്. ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ. റമളാന്റെ മാസം ആകുമ്പോൾ എല്ലാം പള്ളിയിൽ.
എന്താ ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും. അല്ലെ, നീ 2-3 മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണല്ലോ, നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈൽ കാണുന്നില്ല. റമദാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് ഫസാദാക്കണോ ഉസ്താദെ? ഞാൻ അതുകൊണ്ട് ഷഹബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമദാനാണ്, റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുമോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുമോ? ഖുർആൻ ഓതുന്നവൻ പറയുമോ? നോമ്പ് പിടിച്ചവനായതുകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അവൻ സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമദാൻ റമദാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാൻ, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ. കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാനിന്റെ മാസത്തിലാണ്. എന്താ സാറേ, നമുക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ എത്ര ലീവ് ഉണ്ട്? ഉസ്താദ, ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല, കാരണം റമദാനിന്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടുപ്പിക്കാനും എഴുതാനും, ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിൽ ഒരു 30 ദിവസം നമ്മുടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പള്ളിയായിട്ട് കഴിഞ്ഞുകൂടാം. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്തേ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും, അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, ഇങ്ങോട്ട് നോക്കാൻ വയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസും കൊണ്ടുപോകുമ്പോ വിരിപ്പിങ്ങനെ അടിയിലോട്ട് വെച്ചേക്കാം. റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്വ. അപ്പോൾ റമദാനാണ്, നോമ്പാണ്, നോമ്പാണ്. അതാണ് തഖ്വ, സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ? ഇതിനിപ്പോ നീ എന്താ വില? ഇതിപ്പോ 15 രൂപ കിലോ വെണ്ടയ്ക്ക. 15 രൂപ ഉണ്ട്. അതാണ് റമദാൻ മാസം, ഞാൻ കള്ളം പറയത്തില്ല. റമദാൻ അല്ലാത്ത മാസമായിരുന്നു ഞാൻ കള്ളം പറഞ്ഞേ തന്നെ പറയൂ. റമദാൻ മാസമാണ് ഞാൻ കള്ളം പറയില്ല, റമദാൻ മാസമാണ്. കറക്റ്റാ, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ? സൂക്ഷ്മത, തഖ്വ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരം ഉള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സ്വമേധയാ അവൻ പറയാണ്, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമ്പോ റമദാൻ മാസം, ഡേ നോക്കല്ലേ, നോമ്പ് നോമ്പ് നോമ്പ്. ശരിയാ, എല്ലാം മൂടിയെല്ലാം. എന്തോരത്. ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചോണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവൻ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അതവ്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതവ്. എന്തുകൊണ്ട്? റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാം പൂട്ടി അങ്ങ് നോക്കി. TV എല്ലാം എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജുദ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യേണ്ട സമയത്ത് TV കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ? അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കുക, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കുക. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക. ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? TV എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. പടച്ചവനെ, ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ. സിനിമ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ. റമദാൻ മാസത്തിൽ ഓണം, ഈ വർഷം ഓണം വരുന്നു. നിങ്ങൾ നോക്കിക്കൊള്ളീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ? കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദറജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടില്ല. അപ്പൊ നോക്ക്, ഭൂരിപക്ഷം ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലം കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ. 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാപ്പോ അതിന്റെ പിന്നില്?
ഞാൻ പറയുന്ന ആളല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5000 കോടി രൂപയുടെയാ. 5000 കോടി രൂപ ഒന്നുമില്ല. 5000 രൂപ കാണാനുള്ള തൗഫീഖ് ഉണ്ടോ നമുക്ക്? പിന്നെ 5000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും? എല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമളാൻ മാസമാകുമ്പോൾ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമളാനിന്റെ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല, മറ്റാരും കാണുകയുമില്ല. പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല. തയ്യാറാകുമോ? എത്ര ക്ഷീണിച്ച് വന്നോട്ടെ 2-3 ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ, നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുമോ? ആരുമില്ല വീട്ടില്. നീ ഭാര്യ ഇല്ലാന്ന് വെച്ചോ, ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത്. രഹസ്യമായ ഇബാദത്ത്. ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യാ? ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും. അതല്ലാതെ വെള്ളം കുടിക്കൂല. രോഗിയായാൽ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറയാം. മരിക്കാൻ പോവാന്നൊക്കെ നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ. അതൊന്നും സമ്മതിക്കൂല. വേണ്ട അല്ലോ, തുപ്പല് വിഴുങ്ങൂലല്ലോ. വല പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളത് ഉപ്പല് മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വെക്കും. പടച്ചവനെ, ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയിടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും. കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ് 1 ലിറ്റർ കാണും. എല്ലാം കൂടെ പരിസരത്ത് നിൽക്കുന്ന ട്രാഫിക്കുകാരന്റെ, അവന്റെ ഷൂസില്, അവന്റെ പാന്റില്, അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ 1 ലിറ്റർ തുപ്പല്. റമളാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ്. പള്ളി ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാർ തിരിച്ചു വന്നപ്പോ എന്താ മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ. എന്താ സുഹൃത്തുക്കളെ ഇത്? ഇങ്ങനെ എന്തിനാ തുപ്പണത്? ഈ തുപ്പല് വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ? നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ? മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു. മുറിയുന്ന സാധനം. നോമ്പ് മുറിക്കാൻ മുടി വെട്ടല്ലേ നോമ്പ് മുറിയും, നഖം മുറിക്കല്ലേ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതൊന്നുമില്ല. അല്ലാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര്. അത് നമുക്ക് കുടിക്കാം, അതിറക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി വലിയ കഫം, അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം. അത് ഒഴിവാക്കുക. അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത്, അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ. ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ. നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല, പറഞ്ഞു വിടും വീട്ടിൽ നിന്ന്, മോനെ തുപ്പല് വിഴുങ്ങല്ലേടാക്കളെ, തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിടുന്ന്. അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് സാറിന്റെ മോന്തയ്ക്കോട്ടായിരിക്കും അവസാനം തപ്പിവിടുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ. നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല്, പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ, അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത്. നമ്മൾ റമളാനെ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട്. അമുസ്ലിം സഹോദരങ്ങൾ, സിനിമാ നടന്മാര് നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം. പിന്നെ മുബാറക്ക മജ്ലിസ് അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട്. കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു. എത്രയോ ഡോക്ടർമാർ, ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമളാനിന്റെ 30 നോമ്പ്. ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു.
അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് പോകും, ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ. എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും, എനിക്ക് ആഹാരം തരും, ഞാനത് കഴിച്ചിട്ട് കിടക്കും. ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം. പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്ത് ഞാൻ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കും, ഒരു കാരക്ക മേടിച്ച് വെച്ചോളി, ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക്, എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു. തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും? നമുക്ക് ലജ്ജ കാണുകയില്ല. ഗോപാലൻ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ? അതെ, എനിക്ക് സുഖമില്ലാത്ത കാര്യം. പിന്നെ സുഖമില്ലാത്ത ആള് രഹസ്യമായ ആഹാരം കഴിക്കും. സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല. അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്. നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക്, ആ ദിവസത്തെ ആദരിക്ക്. നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക്, അതാണ് വേണ്ടത്. ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്, തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിലിരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട. നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട. പിന്നെ പരസ്പരം ചോദിക്കാം, നോമ്പാണോ? അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. കാരണം രഹസ്യമായ ഇബാദത്താണ് റമളാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ. തഖ്വ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഭാര്യമാർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ, ആ ഹലാലായ ഭാര്യമാർ അവർ രണ്ടുപേരും നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. റമളാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ്. ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഒരു തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ചിലര് രാത്രിയും ബന്ധപ്പെടില്ല. റമളാൻ മാസമായി കഴിഞ്ഞാല് പകല് ഹറാം, പകലിന്റെ സമയത്ത് ഹറാം, പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല. ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് തലാക്കി ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കതവ് അടച്ചു പൂട്ടിയേക്കും റമളാൻ മാസത്തിൽ. അത് തെറ്റാണത്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം, കുഴപ്പമില്ല, തെറ്റില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ്. പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇവിടെ തഖ്വ, ഇവിടെ ഭയഭക്തി. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി. ഇനി അടുത്തത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോഴറിയാം അല്ലാഹ് എന്തിനായി തഖ്വ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന്. അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ്, നോമ്പിന്റെ പവിത്രത, സവിശേഷത എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചു. ഉള്ളവരായാലുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം നിങ്ങൾ നോമ്പ് പിടിച്ച് തഖ്വ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അല്ലാഹുവിന്റെ അടുക്കലില്ല എന്ന് ആരും കരുതരുതേ. തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ. ഒന്നാമത്തെ ഓഫർ, തഖ്വയുള്ള മുഅ്മിനേ, മുത്തഖിയായ മനുഷ്യ, നോമ്പുകാരനായ മുത്തഖിയേ, അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്നത് ഒന്ന്, അന്നജാതു മിനശ്ശദാഇദ്, എല്ലാ
പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ നിങ്ങൾ പറയണം മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾ ഏത് മുത്തഖീങ്ങൾ? ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഓഫർ ഓണകാലത്ത് ഓഫർ കാണും, ബക്രീദിന് ഓഫർ കാണും, ചെറിയ പെരുന്നാളിന് ഓഫർ കാണും. ഒരുപാട് ഓഫർ. 40 രൂപയ്ക്ക് ചെയ്താൽ 80 രൂപയ്ക്ക് സംസാരിക്കുക, 80 രൂപയ്ക്ക് ചെയ്താൽ 20 രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ. തല തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും വശംവദരായി പോകണ്ട. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 2 ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല. ഇങ്ങനെയൊക്കെ ഓഫറുകൾ കാണും. ഇതൊക്കെ കള്ള ഓഫർ. ഒറിജിനൽ ഓഫർ ദാ അല്ലാഹു ചെയ്യുന്നു. മുത്തഖീങ്ങളായി മാറിയാൽ, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ അന്നജാതു മിനശ്ശദാഇദ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവിന്റെ സഹായം, അവന്റെ രക്ഷയുണ്ടാകും. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പൊ ഓർത്തോളി. ഇവിടെ അല്ലാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല. നീ തഖ്വ ഉള്ളവനായി മാറ്, എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം. അങ്ങനെ തഖ്വ ഉള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആരാണ് നിന്നെ സ്യൂട്ട് ചെയ്യാൻ വന്നാല് ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ തംസസ്കും ഹസനതുൻ തസൂഹും വഇൻ തുസിബ്കും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ അല്ലാഹുവിന്റെ അടിമകൾ, ഈ ഭൂലോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അല്ലാഹുവിന്റെ അടിമകളാണ്, മനുഷ്യര് മുഴുവനും. പക്ഷേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ. അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ, അവനാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് എല്ലാം നടത്തുന്നവൻ എന്ന് വിശ്വസിക്കുന്നവർ, അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ്. പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ. നബിയും സഹാബത്തിനും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും മുശ്രിക്കുകളും നോക്കി നിന്ന് ചിരിക്കും. അങ്ങനെ വരട്ടെ, നമുക്ക് ഇപ്പൊ അങ്ങനല്ല. അന്ന് മുശ്രിക്കുകളും മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ന് മുസ്ലിമും മുസ്ലിമിനെതിരെ. പാരവെപ്പ് മൊത്തം അവന്റെ കയ്യിലേ ഉണ്ട്. ചുമ്മാ അല്ല, പാരയ്ക്ക് വില കൂടുതൽ. ഇത് തിന്ന് ഇവന്റെ ജോലി എന്ന കുലത്തൊഴില പാരവെപ്പ്. മുസ്ലിമും മുസ്ലിമിന് ഇടങ്ങേറും. ഇവന് മാത്രമേ കടയിടാവൂ. വേറെ ഒരുത്ത അവിടെ കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെയെങ്കിലും പൂച്ചത്തലയ്ക്കകത്തോ കോഴിത്തലയ്ക്കകത്തോ വെണ്ടയ്ക്കായ്ക്കകത്തോ ഉരുളം കിഴങ്ങിനകത്തോ ഇവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതിയായിരിക്കും. പിന്നെ വേറെ ഒന്നും കടയിൽ നിന്ന് ആരും ഇടാൻ പാടില്ല. ഇവ മാത്രമേ ഇവിടെ തിന്നാവൂ, ഇവ മാത്രമേ ജീവിക്കാവൂ. ബഹുമാനമുള്ള സഹോദരൻ, അത് പാടില്ലല്ലോ. അത് അസൂയല്ലേ, അത് ഹസദല്ലേ, അത് വിരോധമല്ലേ, ക്രോധമല്ലേ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ഒരുത്തന് നന്മ കിട്ടട്ടെ, റിസ്ക് തരുന്നത് അല്ലാഹു അല്ലേ. അവരെ ഗൾഫിൽ ആരും പോകരുതല്ലോ, നീ മാത്രമേ പോകാവുള്ളല്ലോ. ഗൾഫിൽ ലക്ഷക്കണക്കിന് കേരളക്കാര് ദുനിയാവിലുള്ള, ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ടാൽ നമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും. എല്ലാ എണ്ണം വെളിയിലാണ് കിടക്കുന്നത്. ബോംബെയിൽ എത്തരണമുണ്ട്, ഡൽഹിയിൽ എത്തരണമുണ്ട്, തമിഴ്നാട്ടിൽ എത്തരണമുണ്ട്. മഹിഷറെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം. ആരാന്ന് ചോദിച്ചാൽ മലപ്പുറം കാക്കായിരിക്കും. കാരണം ഈ ദുനിയാവിൽ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാർ ഏത് മൂലയിലും കാണും, എവിടെ പോയാലും കാണും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലാഹുവാണ് നമുക്ക് നിഅമത്തും റിസ്ഖും തരുന്നത്. അത് എത്ര പേര് നമ്മുടെ മുന്നിൽ കടവെച്ചാലും, എത്ര പേര് വന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല. പടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അല്ലാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അടുത്തവൻ നോക്കിയിരുന്ന് ചിരിക്കരുത്. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ, പാവം പിടിച്ചവനാണ് റബ്ബേ, നിന്റെ അടിമയാണല്ല, നിന്റെ ദാസനാണല്ല, നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. അങ്ങനെ വേണം ദുആ ചെയ്യാൻ. അതാണ് വേണ്ടത്. എങ്കിലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയും നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ അല്ലാഹു തആല പറയുന്നു
ഇൻ തംസസ്കും ഹസനതുൻ തസൂഹും വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫറഹൂ ബിഹാ വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ. നബിയേ, സഹാബത്തെ, നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ, പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും ഹബീബേ. നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ ദുഃഖിക്കും നബിയേ, അവർ ദുഃഖിക്കും നബിയേ. ഇത് രണ്ടും നിങ്ങൾ വകവെക്കേണ്ടതില്ല. ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങൾ ക്ഷമാവലംബിക്കുകയും അല്ലാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽ ലാ യളുറുക്കും കൈദും ശൈആ, അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല നബിയേ. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, സകലമാന കാര്യങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ സന്തോഷിക്കും, അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഹൈർ വരുമ്പോൾ അവർക്ക് ഖേദവുമാകും. ഓ, അവൻ അങ്ങനെ കിട്ടിയോ, അവൻ രക്ഷപ്പെട്ടു പോയോ, അവൻ പരീക്ഷയിൽ വിജയിച്ചോ, അവന് നല്ല കച്ചവടം. അപ്പോ തഖ്വയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ സഹിക്കുവിൻ, ക്ഷമിക്കുവിൻ. അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ ഭയപ്പെട്ടാൽ തഖ്വ ഉള്ളവരായാൽ ലാ യദുർറുക്കും കൈദുഹും ശൈആ, ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കുകയില്ല കേട്ടോ. ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കില്ല, പേടിക്കണ്ട എന്നർത്ഥം. മുത്തഖീങ്ങളെ, നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ് ബദർ. അങ്കുലി പരിമിതമായ സ്വഹാബാക്കൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത്. അല്ലാഹുവിനെ പരിചയമില്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിചയമില്ല. ബഹുമാനപ്പെട്ട സഹാബാക്കൾ, ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളായ മക്കക്കാരായ സഹാബാക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ കാര്യങ്ങളിലും മുന്നിൽ നിർത്തിയിരുന്നത് മക്കക്കാരായ മുഹാജിരീങ്ങളെയാണെങ്കിൽ ബദറിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും അല്ലാഹുവിന്റെ റസൂൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനമാണ്, നമ്മൾ എല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകൂ. ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. അവരുടെ കൈവശം യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല, കൂടുതൽ ഒട്ടകങ്ങളൊന്നുമില്ല, ആൾബലങ്ങളോ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകനും സഹാബാക്കൾക്കും ഉള്ളത് ഈമാനും തഖ്വയും മാത്രമാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അല്ലാഹുവിന്റെ തീരുമാനമാണ്, പോകൂ നബിയേ, ബദറിലേക്ക് പോകൂ നബിയേ, നിങ്ങളുടെ കുറഞ്ഞ സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് പോകൂ നബിയേ. ആ ബദറിൽ പോയി നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നബിയേ. എതിർപക്ഷത്ത് പ്രവാചകന്റെ കുടുംബത്തിൽ പെട്ടവരുണ്ട്, പ്രവാചകന്റെ സഹപ്രവർത്തകരായിരുന്ന എത്രയോ പേരുണ്ട്, പ്രവാചകന്റെ മരുമകൻ പോലുമുണ്ട്, പ്രവാചകന്റെ പിതൃവ്യന്മാര് പോലുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ എതിർ കക്ഷികളിലേക്ക് നോക്കുമ്പോൾ, എതിർപക്ഷത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തുടിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മസമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അള്ളാന്റെ തീരുമാനമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്കുലി പരിമിതമായ 313 സഹാബാക്കൾ മാത്രമാണ്. അവരുടെ കൈവശമുള്ളത് 1 2 3 തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ്. അശ്വാരൂഢന്മാരൊന്നുമില്ല, വീരന്മാരോ വീരശൂര പരാക്രമികളോ ഒന്നുമില്ല, അത്യാധുനിക ഉപകരണങ്ങൾ
ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായുധം തഖ്വയായിരുന്നു, വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. പടച്ച തമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കളത്തിലേക്ക് എത്തുകയാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി വിശ്രമിച്ചോ. എതിർചേരികൾ ഫലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർചേരികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ വിശ്രമിച്ചോ. അള്ളാഹുവിന്റെ റസൂലതാ പാതിരാ സമയത്ത് ഒരു ചെറിയ തുണിയും എടുത്തുകൊണ്ട് ബദറിലേക്ക് വിരിച്ചിടുകയാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി നമസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടി 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 കരയുന്ന പുന്നാര ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. പടച്ച തമ്പുരാന്റെ മുന്നിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഇബാദത്ത് കാഴ്ചവെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും നബി തങ്ങളെ തയ്യാറെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സന്തോഷിക്കുകയാണ്. പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ സംഘത്തെയുമായി ഈ ബദറിന്റെ രണാങ്കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹുവേ, പടച്ചവനെ, നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത്. ആൾബലം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നിന്റെ തീരുമാനമാണ്, നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അതുകൊണ്ട് തമ്പുരാനെ, ഈ കുറഞ്ഞ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സുജൂദ് സമർപ്പിക്കാൻ ഈ ലോകത്ത് ഒരു നെറ്റിത്തടവും ഉണ്ടാവുകയില്ല അല്ലാ. അതുകൊണ്ട് നീ സത്യത്തെ കാലത്തും നിലനിർത്തേണമേ തമ്പുരാനെ എന്ന് ബദറിന്റെ രണാങ്കളത്തിൽ കിടന്നുകൊണ്ട് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്നും പടച്ചവന്റെ ഭാഗത്തു നിന്നും അതാ ആയിരക്കണക്കിന് മാലാകമാരെ ബദറിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെയും സഹാബാക്കളെയും ആയിരങ്ങളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉദാഹരണം, ഒരേ ഒരു ഉപാധി, ഒരേ ഒരു ഉപകരണം, ഒരേ ഒരു ആയുധം തഖ്വ മാത്രമായിരുന്നു. തഖ്വ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ, നിങ്ങൾ ആൾബലമില്ലാതിരുന്നപ്പോൾ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലാതിരുന്നപ്പോൾ, വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷവും നിങ്ങൾ നിന്ദ്യരുമായിരുന്നപ്പോൾ നിങ്ങൾക്ക് നാം വിജയം നൽകിയില്ലേ ബദറിൽ? എവിടുന്ന് കിട്ടി? അതാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ അന്നജാതു മിനശ് ശദാഇദ്, കാഠിന്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ അവിടെ ഓടിയെത്തി. ഒരുപാട് ഉദാഹരണം, ലൂത്ത് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ഇബ്രാഹിം, ഒരുപാട് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാൻ കഴിയും, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളും പേടിക്കണ്ട. അപ്പൊ നമ്മൾ ഓർക്കും, ഇത് നബിക്കും സഹാബാക്കളും കിട്ടിയില്ല, നമുക്ക് ഇതൊന്നും കിട്ടൂലേ? പോയി. നബിക്കും സഹാബാക്കൾക്കും ഇറക്കി അതേ ഖുർആനാ നമുക്കും അല്ലാഹ് ഇറക്കി തന്നത്. നമുക്കിപ്പോ വേറെ വല്ലതും ഉണ്ടോ? ആയത്തുണ്ടോ ഉസ്താദേ? നബിക്ക് സഹാബാക്കൾക്ക് ഇറക്കിയത് തന്നെ. അന്ന് ഒരു ബദറേ ഉള്ളൂ. ആ ബദറ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളും പാതിരാത്രി സമയത്ത് അല്ലാഹുവേ, ദീൻ നിലനിർത്താൻ വേണ്ടി, ഈമാൻ നിലനിർത്താൻ വേണ്ടി, ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ? ഉഷാറായ ചാപ്പാടല്ല അന്ന്, നല്ല റാഹത്തായിട്ട്. ആരെങ്കിലും ഒന്ന് പോയിരുന്ന് ഒന്ന് ദിക്ർ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഒരു സന്ദർഭം ഒന്ന് അയവിറക്കുവോ? എന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ നടിക്ക്, ഇവിടുന്ന് അടി, അവിടെ തള്ളി, ഇവിടെ തള്ളി, ഞാൻ പൈസ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ടോക്കൺ കിട്ടിയില്ല. പള്ളി ബദർ തന്നെ, പള്ളിയിൽ ബദർ കാണാൻ പറ്റും. ബഹുമാനമുള്ള സഹോദരൻ, ഇബാദത്തുകൾ ചെയ്യും.
അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഇബാദത്തും കഴിഞ്ഞ് രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ് അവിടെ കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാറക്കായ മജ്ലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസ്ക് സന്തോഷമായി കഴിക്കും. കിട്ടിയവർ കഴിക്കും, ഇല്ലാത്തവർ അൽഹംദുലില്ലാഹ് പറയും. അതിന്റെ പേരിൽ ഒരു അടിയും വെടുക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ, ഇവിടെ ബദർ നടത്താതെ. അതാണ് നമുക്ക് വേണ്ടത്, തഖ്വ. അല്ലാഹു രക്ഷപ്പെടുത്തി. ഒന്നാമത്തെ ചാൻസ്, ഒന്നാമത്തെ ഓഫർ അന്നജാത്തു മിനശ് ശദായിദ്. ഇനി ഒരുപാടുണ്ട്, ഉദാഹരണം പറക്കാം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. രണ്ടാമത്തെ ഓഫർ മുത്തഖീങ്ങളെ, നോമ്പ് പിടിച്ച തഖ്വ ഉള്ളവരെ, നോമ്പ് പിടിച്ച തഖ്വധാരികളായി മാറിയവരെ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ഓഫർ അൽ മഇയ്യത്ത്. മഇയ്യത്ത് എന്ന് പറഞ്ഞാൽ മഇയ്യത്ത് എപ്പോഴും അല്ലാഹ് കൂടെ ഉണ്ടാകും, നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു. നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം, എവിടെയും കയറി പോകാം. ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന്. കാരണം എന്താ, പിടിച്ചാ പറയും MLA വിട് തീർന്നു. അയാളുടെ ഒരു ഗൗരവവും അയാളുടെ ഒരു ഫഖറും. പിന്നെന്താ, ഒരു പോലീസുകാരനെങ്ങാനും കൂടെ വന്നിട്ട് പറയും SIO CIO SPO DYSPO, അവരുടെ ഫോൺ നമ്പറും കാണും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ DYSP വിളിക്കുന്നല്ലേ, എന്താന്ന് ചോദിക്കട്ടെ. ഇയാളങ്ങ് പതുക്കെ പെണ്ണും പിള്ളേയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത് ഒലിച്ചിരുന്ന് കല്ലോട്ടാൻകുഴി പോയിരുന്നേ വിളിക്കുള്ളൂ. DYSP വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ, SP വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, CI വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. എത്രയോ പേരുടെ നമ്പർ കിട്ടും, എത്രയോ പേരുമായി ബന്ധപ്പെടാം, എത്രയോ പേരുമായി സുഹബത്ത് ഉണ്ടാക്കാം. CIയുടെയോ DGPയുടെയോ മുന്നിൽ പോയി നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ. അവരെന്താ കൊന്നുകളയോ തിന്നുകളയോ, നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, ആഭ്യന്തര മന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, പട്ടാളക്കാരുടെ മുന്നിൽ പോയിരിക്കാമല്ലോ. കൊന്നുകളയുമോ നമ്മളെ? ഇല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പക്ഷെ അല്ലാഹു കൂടെ വരണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. ആ നമ്പർ ഒന്ന് മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ്. 756 കിട്ടാൻ ഇല്ലേ? 756 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹയെ കൂട്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അത് പിടിക്കാൻ നീ നോക്ക്, നീ ആരെയും പേടിക്കണ്ട. രണ്ടാമത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. വഅലമൂ, അറിഞ്ഞുകൊള്ളണം, അറിയുവിൻ സഹോദരങ്ങളെ, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. മുത്തഖീങ്ങളോടൊപ്പമാണ്, മതഭക്തന്മാരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു, ഭയപ്പെടുന്നവരോടൊപ്പമാണ് അല്ലാഹു, ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു. തഖ്വ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയൂ, അയൽവക്കക്കാരനായി കാണാൻ കഴിയൂ, തന്റെ വൃദ്ധരായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയൂ. അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണല്ലോ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു മഈ എന്താ അതിന്റെ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞൂടെ, ഉസാറായിട്ട് റാത്തീവ് നടത്തി ഫുലൂസ് തീറ്റിയും എല്ലാം, അതൊക്കെ ജോറ്. അർത്ഥം എന്താണെന്നും അറിയില്ല, അർത്ഥം എന്താണെന്നറിയില്ല. അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മഹാന്മാരുടെ ചിന്ത അങ്ങനെയായിരുന്നു. മഹാന്മാരെ ആദരിക്കേണ്ടവരെ ആദരിക്കണം,
സുഹൃത്തുക്കളെ, അവരുടെ പാത പിൻപറ്റണം സുഹൃത്തുക്കളെ, അവരെ മഹത്വപ്പെടുത്തണം സുഹൃത്തുക്കളെ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതല്ലാതെ അവരെ പുകഴ്ത്തിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദിസ സിർറുഹു, അദ്ദേഹത്തിന് മുഹയ്യിദ്ദീൻ എന്ന പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മുഹയ്യിദ്ദീൻ, ദീൻ ജീവിപ്പിച്ച വ്യക്തി. അസ്തമിച്ചു കടന്ന ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ട മഹാനായിരുന്നു. അതാണ് അല്ലാഹു ഹാലിർ, അല്ലാഹു ഇവിടെയുണ്ട്, അല്ലാഹു ഷാഹിദ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സാക്ഷ്യമാണ്. അല്ലാഹു നാദിർ, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മഈ, അവൻ എന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. റാത്തീവും കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു, ഉണക്കത്തേങ്ങ. പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറകെടുത്ത് അങ്ങ് വെക്കും. എന്തോ ഇവൻ ദിക്റ് ചൊല്ലിയത്? അല്ലാഹു ഹാലിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് ഹാളിറായിരുന്നു. ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അവൻ സാക്ഷ്യം വഹിച്ചു. ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അല്ലാഹു മഈ. ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അല്ലാഹു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവൻ നാളെ വലിയാള് ചമഞ്ഞ് മുത്തഖിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും, യൂതൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, അദ്ദി അമാനതക, മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ. എന്താണ് എന്റെ അമാനത്ത്? ഓർത്തു നോക്ക്. ഇന്ന പാതിരാ സമയത്ത് ഇന്ന പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ? ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയി നല്ല ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട്, മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മയുടെ പണി നടത്തിയില്ലേ? ആസ്മ എന്ന് പറഞ്ഞ വലുവ്, പൈസയുടെ വലുവ്, റിയാലിന്റെ വലിവ്. പെതുക്കെ നീ വലിച്ച് അടിച്ചു മാറ്റിയില്ലേ? എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊറ്റിയില്ലേ? എത്രയെത്ര സഹോദരങ്ങളുടെ വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോട്ടിച്ചില്ലേ? എത്ര സഹോദരങ്ങൾ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ? അദ്ദി അമാനതക്ക്, അതൊക്കെ ഇങ്ങോട്ട് വീട്ട്, ഇങ്ങോട്ട് വീട്ട്. അല്ലാഹ് ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയും, ഐ റബ്ബി കൈഫ, പടച്ചവനെ ഞാൻ അത് എങ്ങനെയാണ് വീട്ടുന്നത്? ഖദ് ദഹബത്തി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ദുനിയാവിലായിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക? അല്ലാഹ്, ദുനിയാവിലായിരുന്നേ ഉണക്കത്തേങ്ങാൻ കൊടുക്കാറുണ്ട്. വെറുതെ 3 രൂപയുടെ ഉണക്കത്തേങ്ങ എടുത്ത് പടച്ചവനെ ഇത്രയും നിസ്കരിക്കുക ഇബാദത്തും ചെയ്ത് ആ തേങ്ങയുടെ പേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. അല്ലാഹ് ശപിക്കും. കാര്യമില്ല ശപിച്ചിട്ട്. അവിടെ തെങ്ങുമില്ല, പുരയിടമില്ല, ഇതൊന്നും കാണാനും പറ്റൂല. വല്ലവന്റെ മൊബൈൽ സുജൂതി കിടന്നപ്പം പതുക്കെ അടിയിൽ കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ. പടച്ച തമ്പുരാനെ, തറാവീഹ് നമസ്കരിക്കാൻ വരുമ്പോൾ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വരണേ. കാണിരുന്ന് ഉറങ്ങിപ്പോയാൽ മൊബൈൽ കാണൂല. പിന്നെ പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ട് പോവാ, കൂലി കൂടുതൽ കിട്ടും ഇല്ലേ? പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ കൂലി കൂടുതൽ കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കി. എടുത്തോണ്ട് പോകുന്നതിന് ആരുടെയെങ്കിലും സാധനം എടുക്കുന്നില്ലെന്ന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എടുത്തു മാറ്റിക്കൊണ്ടു പോകും, എന്നിട്ട് നിസ്കരിക്കും, ദുആ ചെയ്യും. ഓ എല്ലാം ഓക്കെ, അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, അങ്ങ് വാ. അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, നീ എടുക്കുന്നൊക്കെ. പക്ഷെ അല്ലാഹ് എന്താ ഒന്നും അറിയിക്കാത്ത എന്താ? നീ അങ്ങ് പരീക്ഷാ ഹാൾ, ഇത് പരീക്ഷാ ഹാളാണ്. പരീക്ഷാ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി, സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറ് നോക്കും, അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ നടക്കുമല്ലോ മൂപ്പിൽ അങ്ങോട്ട്. അപ്പൊ നോക്കുമ്പം ഇവൻ അടുത്ത എഴുതുന്ന മൊത്തം തെറ്റാണ്, മൊത്തം തെറ്റാണ്. സാർ എന്തേലും പറയാൻ പറ്റുമോ?
അത് മാറ്റി എഴുത്, അത് തിരുത്തി എഴുത്, അത് അങ്ങനെയാണോ ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പരീക്ഷാ ഹാൾ. എന്നാൽ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തെറ്റിയാൽ വീക്ക് കിട്ടൂല നല്ലത്. അതുകൊണ്ട് ഇത് പരീക്ഷാ ഹാളാണ്. നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും പൈസ അടിച്ച് മാറ്റണതും റബ്ബർ ഷീറ്റ് മൂട്ടിക്കണതും തേങ്ങ എടുക്കണതും കരിക്ക് വെട്ടണതും പശുവിനെ അഴിച്ചുകൊണ്ട് പോണതും കോഴിയെ പിടിച്ച് അതിൽ നിന്ന് കോഴിക്കൂട്ടിൽ എടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്ന് പിന്നെ മറ്റേ മണിച്ചൻ വാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും. നേരം വെളുക്കുമ്പോൾ എല്ലാം പൊഴുതുകൊണ്ട് പോകും. പഹയന്മാര് ഇത് രക്ഷപ്പെടുവോ? ഇവരൊക്കെ ഇത് ഈ ചീനിയുടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഖിറത്തിൽ. ഇവ അള്ളാഹിന്റെ അടുക്ക പറയാ, പടച്ചവനെ ഒന്നും ഇല്ലല്ലോ അള്ളാഹ്, ദുനിയാവ് നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്തു തരിക, എവിടുന്ന് എടുത്തെന്ന് കാണിച്ചു തരാം. ഉടനെ അല്ലാഹു തആല പറയും മലക്കുകളോട്, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ഇവനെ ഹാവിയ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫയുൻതലഖു ബിഹി ഇലൽ ഹാവിയ, ഹാവിയയിലേക്ക് ഇവനെ തള്ളപ്പെടുമ്പോൾ അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ്ന്നടിച്ച് വീഴുമ്പോൾ ഫയറാഹാ ഫയഅരിഫുഹാ കഹൈഅതിഹാ യൗമ ദുഫിഅത് ഇലൈഹി. ഇവൻ ഇങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ, അന്നത്തെ മൊബൈല്, റിയാലുകള്, ദിർഹമുകള്, ഡോളറുകള്, പെട്രോള്, ഉണക്കത്തേങ്ങ, റബ്ബർ ഷീറ്റ്, കോഴി, ആട്ടുംകുട്ടി എല്ലാം നിരന്നിങ്ങനെ കിടപ്പുണ്ട്. ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് നേരെ അള്ളാന്റെ അടുക്കലേക്ക് പിടിച്ച് കയറി വരും. എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഏ അല്ലാ, ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ. അള്ളാന്റെ അടുക്കലേക്ക് അവൻ കാണിക്കുമ്പോ വീണ്ടും അള്ളാഹു പറയും, ആ പഹേനെ അടിച്ചു വീണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയുക. വീണ്ടും അവനെ അടിച്ചു നരകത്തിലേക്ക് ഇടുകയാണത്രേ. അങ്ങനെ വീണ്ടും അവൻ അവസാനത്തെ തട്ടിലേക്ക് വന്ന് വീഴുന്നു. അതേപോലെ ആ ഒരവസ്ഥ തുടർച്ചയായി വിചാരിക്കാൻ ശിക്ഷ. പിന്നെ എടുക്കും, വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും അടി താഴോട്ട് വരും, പിന്നെ എടുക്കും, മുകളിലേക്ക് പോകും, വീണ്ടും അടി താഴേക്ക് വരും. എന്തിനായി ഉണക്കത്തേങ്ങാക്ക് വേണ്ടി അടി കൊള്ളാൻ പോണത്? ഒഴിവാക്കി കൂടെ. വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേരെ. ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല, കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങ് മിണ്ടാതെ സ്ഥലം വിട്ടു, ചോദിക്കാൻ നിൽക്കണ്ട. സീറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ, ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ടിട്ടേരെ, പറയാൻ പറ്റൂലല്ലോ. ഇല്ലെങ്കിൽ പരസ്യമായിട്ടൊരു പൊരുത്തം ചോദ്യം, പരസ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച്, അള്ളാഹു സഹോദരങ്ങൾ നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല, ഒരു കളിപ്പി അതങ്ങനെ ചെയ്ത് കാണൂല. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുറത്ത് തന്നേക്കണേ. ഞാൻ പൊറത്തിരിക്കുന്നു, നിങ്ങൾ എൻ്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും ഇയാടെ കയ്യിലും ഉണ്ടായിട്ട് വേണ്ടേ, അത് എന്തെല്ലാം എഴുതി, നിങ്ങൾ പൊരുത്തപ്പെട്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഓക്കെ. ഇല്ലെങ്കിൽ വല്ലാഹി അല്ലാഹുവാണ് സത്യം, നമ്മൾ ഈ ചെയ്യുന്ന അമൽ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ്, ഒന്നിനും ഫായിദയില്ല. അതാണ് മഹാന്മാരായ മശായിഖന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയന്നിട്ട് ഈ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങിയത്. എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താ? BA-യോ MBA-യോ MA-യോ MTech-ഓ? എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ 2 ഡിഗ്രി എടുത്തിട്ടുള്ളൂ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട, പ്രയാസം വേണ്ട, ഖേദം വേണ്ട, ദുഃഖം വേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരായിരുന്നു. വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഒരു കോലത്തിൽ വരാൻ കാരണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി.
പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി. പക്ഷെ ഇത് അള്ളാഹു ഇത് ആരുടേതാണ് പടച്ചവനെ. വാപ്പാക്ക് വെപ്രാളം. ജീലാനി റഹ്മത്തുള്ളാഹിയുടെ വാപ്പാക്ക് വെപ്രാളം. നേരെ ഓടി ആ വരുന്ന വഴിയിൽ കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു. അതിങ്ങനെ ഒരു ശിഖരം, ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ നിന്നായിരിക്കാം. മുതലാളിയെ കണ്ടു. ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ജോലി ചെയ്. സൂക്ഷ്മത കണ്ടോ? അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാപ്പായ്ക്ക് തഖ്വ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചത്. അതാണ് തഖ്വ. അല്ലാഹ് കൂടെ ഉണ്ട്. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹിയോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അറുത്തു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുവിട്ട് ആരും കാണാതെ അറുത്തു കൊണ്ടുവരണം. രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോൾ ആരുമില്ല, അറുത്തുണ്ടെന്ന്. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹി അതേപോലെ മടങ്ങിക്കൊണ്ട്, എന്താ ഉസ്താദ് ചോദിച്ചു, എന്തേ? അത് ആരെയും കാണാതെ അറക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നാളിരി. മനസ്സിലായോ? അള്ളാഹു നാളിരി, അതാണ് അതിന്റെ അർത്ഥം. അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം എല്ലാ ഉമ്മത്തും. അതൊന്നും മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഓഫർ എന്താ? മഅയ്യത്ത്. അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാകും. അള്ളാഹു കൂടെ ഉണ്ടായാൽ പ്രശ്നമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിച്ചുകൊണ്ട് വന്നു ഫറോവ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്റെ കൂട്ടത്തിലുണ്ട്. രക്ഷപ്പെടുത്തി തരുമെന്നർത്ഥം. പേടിക്കണ്ട അനുയായികളെ, എന്റെ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട്, അവൻ രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ ഓഫർ അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകിയത് മഅയ്യത്ത്, കൂട്ടത്തിലുണ്ടാകും. അടുത്തത് മൂന്നാമത്തത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെക്കുന്നു, ഹുബ്ബ്, സ്നേഹം വെക്കുന്നു. ആരോട്? മുത്തഖീങ്ങളോടാണ് സ്നേഹം വെക്കുന്നത് അല്ലാഹു തആല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. അല്ലാഹു സ്നേഹിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്നു മുത്തഖീങ്ങളെ. ചുരുക്കി പറഞ്ഞു പോവാണ്, സമയം അടുത്തീർന്നു പോയി. മുത്തഖീങ്ങൾ അല്ലാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ശരി, അടുത്ത ഓഫർ അന്നജാതു മിനശ്ശദാഇദ്. നേരത്തെ അദാവത്തിൽ നിന്നാണ്. അന്നജാതു മിനൽ അഅദാ, വിരോധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം തരും മുത്തഖീങ്ങൾക്ക്. ഇപ്പോൾ മിനശ്ശദായിദ്, പട്ടിണി, പ്രയാസം, ദുഃഖം, ദുരിതം, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ? തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ. അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله يدرى الله ഭയപ്പെടുന്നുവോ يجعل له مخرجا. സകലമായ പ്രശ്നങ്ങളിൽ നിന്നും, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അല്ലാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കേണ്ട, പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കണ്ട, ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട, കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട. നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? യജ്അൽ ലഹു മഖ്റജാ. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു തുറന്ന അവസരം അല്ലാഹു നിനക്ക് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു എക്സിറ്റ്, ഒരു പോംവഴി അല്ലാഹു നിനക്ക് തുറന്നു തരും നീ പടച്ചവനെ ഭയപ്പെട്ടാൽ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. കച്ചവടം നടത്തിയിട്ട് പൊട്ടി
പോകുന്നു, രക്ഷയില്ല. കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല. കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല. മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്, അർദ്ധപട്ടിണിയിലാണ്. പരിഹാരം ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ. മടങ്ങുക അല്ലാഹുവിലേക്ക്, തഖ്വയോടെ ജീവിക്കുക എങ്കിൽ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു ഉജീനം അവനെത്തിച്ചു കൊടുക്കും, വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും. അവൻ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ആണ് റാസിഖ്, അവനാണ് റിസ്ഖ് നൽകുന്നവൻ, അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ, അവനാണ് ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐശ്വര്യം നൽകുന്നവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവൻ, അവനെ നിങ്ങൾ പേടിക്കുവൻ. നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ റിസ്ഖ് അല്ലാഹു വിശാലമാക്കി തരും. ഖുർആനാണ് ഞാൻ ഓതിയിട്ട് പറയുന്നത്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ലൈഫായ ആയത്ത്, സഹീഹായ ആയത്ത്, മൗലൂഹായ ആയത്ത് അങ്ങനെ ഒന്നുമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ഒരു പോം വഴി അല്ലാഹു അവനെത്തിച്ചു കൊടുക്കും. അടുത്തത് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോട്ടെ, ഇന്ന് ഇത് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല. 10 മണി 5 മിനിറ്റ് ഓടിക്കുന്ന കുഴപ്പമില്ലേ? കൂറലിങ്ങളുടെ കാര്യം പറഞ്ഞ് നിർത്താം, എന്നിട്ട് അത് നാളെ പറയാം. നല്ല വരുവുള്ളൂ നിങ്ങള്. അവിടം വരെ നമുക്ക് പോട്ടെ, അത് പറയുമ്പോൾ എവിടെയും ചാൻസ് ആണല്ലോ. അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി. അപ്പൊ അടുത്തത് കാര്യം എളുപ്പമാക്കി തരും. കാര്യം, പരീക്ഷ എളുപ്പമാക്കി തരും, ജോലി എളുപ്പമാക്കി തരും, വിസ എളുപ്പമാക്കി തരും, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും. അവിടെ ഈ വിസ ഇഖാമ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടാം, അത് എളുപ്പം കിട്ടും. ഒരു വീടിന് വേണ്ടി അലയുന്ന പെട്ടെന്ന് ക്ലിയറായി കിട്ടും. ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും. ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. ഞാനല്ല പറയുന്നത്, അല്ലാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറുണ്ടോ, അവനെ പേടിക്കാൻ തയ്യാറുണ്ടോ, അവനെ വഴിപ്പെടാൻ തയ്യാറുണ്ടോ, അവനെ ആരാധിക്കാൻ തയ്യാറുണ്ടോ, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. പോരെ? ഖുർആൻ ശരിയല്ലേ? എളുപ്പമാക്കി കൊടുക്കും, കാര്യം എളുപ്പമാക്കി തരും അല്ലാഹു. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ, ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടും ഒക്കെ എളുപ്പമാക്കി താ അല്ലാഹ്, ഒന്ന് ലളിതമാക്കി താ അല്ലാഹ്, ബുദ്ധിമുട്ടൊന്ന് മാറ്റി താ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹ് എളുപ്പമാക്കി തരും. എപ്പോൾ? വമൻ യത്തഖില്ലാഹ്, ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, യജ്അൽ ലഹു മിൻ അംരിഹി, അവന്റെ കാര്യത്തിന് അല്ലാഹു ആക്കി കൊടുക്കും യുസ്റാ, എളുപ്പമായ മാർഗം. എല്ലാ കാര്യം എളുപ്പമാവും. അള്ളാഹെ പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് ഇബാദത്ത് നോക്ക്, വിസ കിട്ടുമല്ലോ എന്നറിയാം. ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട. അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോഴാ പ്രശ്നം. കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളില്ല, വാ അല്ലാഹുവിലേക്ക് അടുക്ക്, പടച്ചവനോട് ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം. ചോദിച്ചോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ? 80 വയസ്സായപ്പോ സക്കരിയ നബിക്ക് കൊടുത്തില്ലേ? വർഷങ്ങളായപ്പോ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അല്ലാഹു തരും. അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരണം, ഇത്ര പാട് തരും അല്ലാഹു. പക്ഷേ തഖ്വ, വമൻ യത്തഖില്ലാ, അല്ലാഹുവെ ഭയപ്പെട്, അല്ലാഹു എളുപ്പമാക്കി തരും കാര്യങ്ങൾ. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഓഹരി തരും. നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രമല്ല, ഉമ്മയുടെ ഓഹരി മാത്രമല്ല, അല്ലാഹു 2 ഓഹരി തരാന്ന് പറഞ്ഞേക്കാം. അല്ലാഹു 2 ഓഹരി തരാന്ന്. 2 സെന്റ് സ്ഥലം മതി. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് 2 സെന്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ്. അല്ലാഹു കൊടുക്കുന്ന ഓഹരി ആർക്കാണ്? അല്ലാഹു കൊടുക്കുന്ന ഓഹരി അവിടെയും അല്ലാഹു തന്നെ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമനു ബിറസൂലി യുഅതികും കിഫ്ലൈൻ മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറാ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അവന്റെ റസൂലിനെ
വിശ്വസിച്ചാൽ, ആ ഹബീബായ തങ്ങളുടെ വഴിത്താരയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, യുതികും കിഫ്ലൈനി മിർ റഹ്മതി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലക്കും നൂറാ, ഒന്നാമത്തെ ഓഹരി അല്ലാഹു തആല നിങ്ങൾക്ക് പ്രകാശം നൽകുകയും, തംശൂന ബിഹി, അതുകൊണ്ട് ഏത് അന്ധകാര നിബിഡമായ ഇരുണ്ട യാമത്തിലേക്കും ഇരുണ്ട തുരുത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും. പടച്ചവന്റെ നൂറ് കിട്ടിയാൽ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുർ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ശർഖിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറിനെ കുറിച്ച് പറയുന്നു, അവന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ്, അതിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ്. ആ നൂറ്, ആ പ്രകാശം അല്ലാഹു മുത്തഖീങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഏത് അമാവാസികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാം, ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പ്രവാചകന് നൂറ് അല്ലാഹു നൽകിയില്ലേ? ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പാവപ്പെട്ട ആ മഹദി അവர்கள் വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു. ചെറിയ ഒരു വിളക്ക്, അത് കെട്ടുപോയി. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം. വിളക്ക് കെട്ടുപോയാൽ, അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹദി അവர்கள் തയ്ച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീണുപോയി, വിളക്കും കെട്ടുപോയി. ബഹുമാനപ്പെട്ട മഹദി അവர்கள் പരതി നോക്കുകയാണ്, താഴെയെങ്ങും കാണുന്നില്ല, കുറ്റാക്കൂരിട്ടാണ്. ബഹുമാനപ്പെട്ട മഹദി അവர்கள் പരതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം, മാനവകുലത്തിന്റെ മുഴുവനും വെളിച്ചമായ ഹബീബുനാ വ സയ്യിദുനാ വ സനദുനാ വ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദി അവരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കേണ്ട താമസം, അവിടുത്തെ പ്രകാശം അതാ ആ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച ആ പ്രകാശത്താൽ എന്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ, സഹോദര, അല്ലാഹുവിനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും. കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ? നമ്മൾ പറയല്ലോ, അവന്റെ മുഖത്ത് നോക്കിയ ഒരു നൂറ്, ഒരു പ്രകാശം. ഖുർആൻ ഓതുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, നോമ്പ് പിടിക്കുന്നവർ, ഒരു പ്രത്യേകമായ നൂറ്. മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ, പറയാറില്ലേ? 40 ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 100 വെളിപ്പെടും. അതിനാണ് ഈ 40 ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് അവൽ തക്ബീർ കിട്ടിക്കൊണ്ടൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഉടനെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ മോളെ നിസ്കരിച്ച് വെത്തുങ്ങളെ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് അവിടെ മുതുവൊക്കെ ആകെ ഭാരം. വീട്ടിൽ പോയിട്ട് വേണം ഇത്തിരി കിടക്കാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് കൃത്യമായി നമസ്കരിക്കും. 100 അല്ലാഹു നൽകും, പ്രകാശം അല്ലാഹു നൽകും. അപ്പോ നീ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ, യുതികും കിഫ്ലൈൻ മിർ റഹ്മതി വയജ്അൽ ലക്കും നൂറ തംശൂന ബിഹി, നിനക്ക് ആ പ്രകാരം ഒരു ടോർച്ച് അല്ലാഹു നൽകും, ഒരു ലൈറ്റ് അല്ലാഹു നൽകും. കൊണ്ട് നടക്കാം. രണ്ടാമത് എന്താ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തു തരും. 2 ഗുണം. എപ്പോഴാന്ന് പറയും? എല്ലാരും ഉറങ്ങി. വാഹൃദുവായി പറയട്ടെ, ഞാൻ എപ്പോഴാ? ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന്. എന്നാ പറയും. പിന്നെന്ത്, നമ്മളിത് പഠിക്കാനല്ലേ, അത് വാത് കേട്ടെന്ന് പറഞ്ഞാൽ കേട്ടിരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ളാം ഉസ്താദേ, ബെസ്റ്റ് എന്ന് പറയലാണോ എൻ്റെ അർത്ഥം? നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു
സദസ്സിൽ നബിതങ്ങൾ താലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും സഹാബാക്കളോട്. അപ്പോൾ അവർ പറയും അതൊരു സുന്നത്താണ്. അപ്പൊ നമ്മൾ ആ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടുപോകണം നസീഹത്ത് നടത്താൻ. അതല്ലാതെ ചുമ്മാതെ റബ്ബർ പോലെ വലിച്ചു നീട്ടിപ്പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാനാണല്ലോ ഒരുമിച്ച് കൂടിയത്, ഇല്ലേ ഉസ്താദേ? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ല മറ്റൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. 2 ദിവസത്തെ പ്രസംഗം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ച സംഭവം ശരിയല്ല, പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം, പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല, വിഷയങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരിയും തരാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ എന്താപ്പാ? ഇനി നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനത, പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയാണ്. കാരണം നാവ് ശരിയല്ല, വാക്ക് ശരിയല്ല, സംസാരം ശരിയല്ല. അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ്, ഇച്ചിരി ന്യൂനതയുള്ളതായി പോകും. അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അത് അല്ലാഹ് ശരിയാക്കി തരും, സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം. എപ്പോ? എന്നെ ഒന്ന് പേടിച്ച് അമലൊക്കെ ഞാൻ റെഡിയാക്കി തരാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവൻ, നല്ല വാക്ക് സംസാരിക്കുവൻ, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നന്നാക്കി തരാം, നിങ്ങളുടെ പാപങ്ങളെ നാം മാപ്പാക്കി തരാം. ഓ, എത്ര ഓഫർ ഇല്ലേ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് എത്ര ഓഫർ! പാവവും കഴുകി കളഞ്ഞു തരാം, അമലൊക്കെ നന്നാക്കി തരാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്ത്, വണ്ടിക്ക് സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കൂലേ? ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ചെയ്യണമെങ്കിൽ 10,000 1500 രൂപ, ഒരു കാറാണെങ്കിൽ 3000 4000 രൂപ, കൂടെ കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് ചാർജ്. ബഹുമാനമുള്ളവരെ, അപ്പൊ നമ്മുടെ ശരീരത്തെ അള്ളാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നീ തഖ്വ ഉള്ളവനായി മാറ്, നിസ്കരിക്ക്, ഇബാദത്ത്. ഇച്ചിരി ന്യൂനതകളൊക്കെ കാണും, ന്യൂനത ഇല്ലാതെ കുല്ലു മഈബുൻ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ എല്ലാത്തിലും ന്യൂനതയുള്ളതാ. ന്യൂനത ഇല്ലാത്ത ആരുമില്ല, ന്യൂനതയില്ലാത്തത് ആരുമില്ല. അപ്പൊ ന്യൂനതകൾ കാണും, പക്ഷെ എങ്കിൽ അള്ളാഹയെ പേടിക്ക്, അള്ളാഹയെ പേടിക്ക്, ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹയെ പേടിക്ക്. അവൻ അള്ളാഹയെ പേടിക്കാൻ തയ്യാറായി നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമൽ ഞാൻ നന്നാക്കി തരാം, സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. മാത്രമല്ല ഒന്നുകൂടെ തീക്കട്ടെ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാവവും ഞാൻ മാപ്പാക്കി തരാം. പോരെ? ഇതിൽ കൂടുതൽ എന്താ വേണ്ട? അല്ലാഹു തആല ഇതിൽ കൂടുതൽ ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആർക്ക്? തഖ്വ ഉള്ളവർക്ക്, തഖ്വ ഉള്ളവർക്ക് മുത്തഖീൻ. ഏത്? നമ്മളെപ്പം ഇത് പറഞ്ഞാലും തിരിച്ചെവിടേക്ക് പോകേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ പോകണം, അങ്ങോട്ട് പോകണം, അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടത്. ഇതൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, ഹജ്ജാകട്ടെ, വഅദ്, നസീഹത്ത്, ഖുർആൻ ഓതൽ, നഫൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ദുഹാ നമസ്കാരം, ഇശ്റാഖ് നമസ്കാരം, എല്ലാ ഇബാദത്തുകളും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലയോ? അല്ലേ? ഇന്ന് മൂള് ഉറക്കം വരാതെങ്കിലും ഇരിക്കട്ടെ. നിങ്ങൾ മൂളാതിരിക്കുമ്പോൾ എനിക്ക് വന്ന് വേറെ ആർക്കുവാണെന്ന് അതേ അങ്ങ് പറ, പ്രശ്നം തീർന്നു. അത് നിർത്താൻ പോവാ, തീർന്നു. ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം നാളെ ആകുമ്പോൾ ടാറിട്ട് റെഡിയാക്കും, അപ്പൊ ബാക്കി അങ്ങോട്ടാവണം. നമ്മൾ ഈ ചെയ്യുന്ന സകലമായ അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരമാകട്ടെ, ഇബാദത്താകട്ടെ, എല്ലാം ഒന്ന് സ്വീകരിക്കണം. അള്ളാഹു ഒന്ന് സ്വീകരിക്കണം, പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലമായ ജോലികളും, ഇല്ലേ? ശരി തന്നെ ആണല്ലോ. എന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന്? ആരിൽ നിന്ന്? അതാണ് അള്ളാഹു പറയാൻ പോകുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല സ്വീകരിക്കുന്നത്, കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല, ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരി, അടുത്ത പടിയായി
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ മുഴുവനും ചെയ്ത് അമലുകൾ മുഴുവനും ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യ സമയം നന്നാകണം. വേണ്ടേ? അന്ത്യ സമയം നന്നായാൽ മാത്രമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് സകലമായ കാര്യങ്ങളിലും നീ നന്നാക്കി തരയണമേ തമ്പുരാനെ. ദുനിയാവിന്റെ നിന്ദ്യതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുവിൻ. ദുനിയാവിന്റെ നിസാരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം പടച്ചവനെ നിന്റെ തൃപ്തിക്ക് നിനക്ക് അനുകൂലമായ നിലയിൽ ആയിരിക്കണമല്ല, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളുടെയും ആഗ്രഹം എന്താ? മരിക്കുന്ന സമയം പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇല്ലേ? നമ്മളെ ആഖിബത്ത് അന്ത്യ സമയം നന്നാവണം. അതുവരെ എല്ലാവരും കാണും. പാമ്പ് കടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, വണ്ടി ഇടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, പനി വന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ ആളുണ്ട്, വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട്, പെണ്ണ് കെട്ടിക്കാനെല്ലാം സഹായിക്കാൻ ആളുണ്ട്, എല്ലാം സഹായിക്കാൻ ആളുണ്ട്. അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല. അന്ത്യസമയത്ത് സഹായിക്കാൻ ആരും കാണൂല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നു. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കി കൊടുക്കുക. ആരുടെ ആഖിബത്ത്? മുത്തഖീങ്ങൾ. ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് അന്ത്യ സമയം അല്ലാഹു നന്നാക്കി കൊടുക്കും. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെ മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്തിന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ, അല്ലാഹു സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ. എല്ലാ കാര്യങ്ങളുടെയും അവസാനം പര്യവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. മരിച്ചു, ആഖിബത്ത് നന്നായി മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ സ്വർഗത്തിൽ എത്തുന്നത് ആര്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. സമയം കൂടുതലായി. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് ആര്, അത് അല്ലാഹ് പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബയുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ, ഈ രാവുകളിൽ പരിശുദ്ധമായ ഇബാദത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം, റഹ്മത്ത്, ഫള് കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്, തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أيد الإسلام والمسلمين وأهلك الكفرة والظالمين. കരുണയുള്ള അള്ളാഹുവേ, രാജാതിരാജനായ തമ്പുരാനെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണമേ. അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ പാവങ്ങളെ നീ മാപ്പാക്കി തരണമേ. തമ്പുരാനെ, പടച്ചവനെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ. അള്ളാഹുവേ, പടച്ച തമ്പുരാനെ, നിന്നെ അംഗീകരിച്ച് നിന്നെ ആദരിച്ച് പടച്ചവനെ നിന്നെ ആരാധിച്ച് നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ. അള്ളാഹുവേ, നിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. തമ്പുരാനെ, പടച്ചവനെ, പരിശുദ്ധമായി മാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ്,
ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളിൽ, മഹല്ല് നിവാസികളിൽ, ലോക മുസ്ലിമീങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങൾ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രകൾ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. അപകടങ്ങൾ, ആപത്തുകൾ, ബലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, എത്രയോ പേര് രോഗികളായി കഴിയുന്നു യാ അല്ലാഹ്. മാരകമായ ക്യാൻസർ പിടിപെട്ട് കഴിയുന്നു യാ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്. യാ അല്ലാഹ്, ഇതേപോലുള്ള മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പരീക്ഷിക്കല്ലേ അല്ലാഹ്. പരീക്ഷിക്കല്ലേ യാ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ബലഹീനരാണ് തമ്പുരാനെ, ഞങ്ങൾക്കിതൊന്നും താങ്ങാൻ കഴിയില്ല യാ അല്ലാഹ്. എത്രയോ കുഞ്ഞുമക്കൾ യാ അല്ലാഹ് ക്യാൻസർ സെന്ററിൽ കിടന്ന് നിലവിളിക്കുന്നു തമ്പുരാനെ, നീ അവർക്ക് ആഫിയത്ത് നൽകണേ യാ അല്ലാഹ്. ആഫിയത്ത് നൽകണേ യാ അല്ലാഹ്. ആഫിയത്ത് നൽകണേ യാ അല്ലാഹ്. എത്ര സഹോദരിമാർ പൊട്ടിക്കരയുന്നു യാ അല്ലാഹ്. വേദന സഹിക്ക വയ്യാതെ പൊട്ടിക്കരയുന്നു യാ അല്ലാഹ്. പടച്ചവനെ, എത്രയോ കുഞ്ഞുങ്ങൾ അല്ലാഹുവേ, അടുത്ത സമയത്ത് പോലും ഞങ്ങൾ കുഞ്ഞിൻ്റെ അല്ലാഹുവേ ഒരു കൊച്ചുകുട്ടിയുടെ മാരകമായ രോഗത്തെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി തമ്പുരാനെ, നീ ആഫിയത്തോട് യാ അല്ലാഹ്. ആഫിയത്തോട് യാ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത പാവങ്ങൾ കാരണമായി ഞങ്ങളെ ശിക്ഷിക്കല്ല യാ അല്ലാഹ്. നീ ഗഫാറാണ് അല്ലാഹ്. നീ ഗഫാറാണ് അല്ലാഹ്. നീ മാപ്പ് തരണേ അല്ലാഹ്. പടച്ചവനെ, പ്രതീക്ഷിക്കാത്ത രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും അല്ലാഹുവേ, ഞങ്ങളുടെ അഹലുകാരെ നീ കാത്തുരക്ഷിക്കണേ യാ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് ധാരാളം സഹോദരന്മാർ മരണപ്പെട്ടു പോയി തമ്പുരാനെ, അവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്. പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്. പ്രകാശിപ്പിക്കണേ യാ അല്ലാഹ്. പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകണേ യാ അല്ലാഹ്. പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകണേ യാ അല്ലാഹ്. അവരുടെ അവസ്ഥകൾ നീ മാത്രം അറിയുന്നവനാണ് യാ അല്ലാഹ്. അവരെയും ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ, സ്വർമുഖത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. ഖബർ വരെ എല്ലാവരും കാണാൻ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മേലേക്ക് 3 പിടി മണ്ണ് വാരി ഇട്ടുപോയാൽ പിന്നെ ആരുമില്ല യാ അല്ലാഹ്. നീ അവിടെ പാമ്പുകളെയും തേളുകളെയും കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാഹ്. നിറയ്ക്കല്ലേ യാ അല്ലാഹ്. സഹായിക്കണേ യാ അല്ലാഹ്. സഹായിക്കണേ യാ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ദുആ കൊണ്ട് വസിയത്ത് സഹോദരങ്ങൾ യാ അല്ലാഹ്, സഹോദരിമാർ ഒരുപാട് പേര് അവരവരുടെ വിവിധ ആവശ്യങ്ങൾ അല്ലാഹുവേ ഇവിടെ അറിയിച്ചിട്ടുണ്ട് തമ്പുരാനെ. നീ അതെല്ലാം നിറവേറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹുവേ. നിറവേറ്റി കൊടുക്കണേ യാ അല്ലാഹ്. നിറവേറ്റി കൊടുക്കണേ യാ അല്ലാഹ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹുവേ, ഈ വിനീതനും അല്ലാഹുവേ സുഹൃത്തുക്കൾക്കും പടച്ചവനെ തൗഫീഖ് നസീബാക്കണേ അല്ലാഹുവേ. വല്ല അപാകതകളോ പടച്ചവനെ, വല്ല തെറ്റുകളോ കുറ്റങ്ങളോ അർത്ഥവ്യത്യാസങ്ങളോ അല്ലാഹു വന്നു പോയാൽ പടച്ചവനെ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളും ദാസന്മാരുമാണ്. ഒന്നും നിറഞ്ഞവരല്ല, പൂർത്തിയായവരല്ല. നീ മാപ്പാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പടച്ച തമ്പുരാനെ, പ്രയോജനമില്ലാത്ത ഇൽമു തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല യാ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടി ഞങ്ങളെ ഏവരെയും സ്വർഗത്തിന്റെ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നാളെ മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.